കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും വരുന്നു. പലപ്പോഴും കോൺഗ്രസിലെ എല്ലാവരും തന്നെ സ്ഥാനമോഹികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സ്ഥാനമോഹികൾ തന്നെയാണ്, മാറ്റമില്ല. ചിലർക്ക് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ മോഹിച്ച് കിട്ടില്ല എന്നറിഞ്ഞ് സ്വയം പിൻവാങ്ങിയതാണ്. അവരെയൊക്കെ ഇപ്പോൾ മാളത്തിൽ നിന്ന് കുത്തിയിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. മറ്റൊന്നുമല്ല, മുതിർന്ന നേതാക്കളെ ഇറക്കി മത്സരിപ്പിച്ചുകൊണ്ട് കേരളം പിടിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രതിഷേധം ഉണ്ടാക്കുമെന്നുള്ളത് ഇനി വരുന്ന ആളുകളിലെ അറിയാൻ കഴിയുകയുള്ളൂ. അതിനിടയ്ക്ക് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുതിർന്ന എംപിമാരൊക്കെ കേന്ദ്രത്തിൽ ഇനിയും നിന്നതുകൊണ്ട് ഗുണമില്ല എന്ന് മനസ്സിലാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വരികയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് പല മുതിർന്ന നേതാക്കളും നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് തയ്യാറെടുത്ത്. അവർ തയ്യാറെടുത്തതല്ല, അവരെ തയ്യാറാക്കി കൊണ്ടുവരികയാണ്. കാരണം അവർ വന്നെങ്കിൽ മാത്രമേ കേരളം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാർട്ടി നേതൃത്വത്തിന് ഒരു വെളിപാടുണ്ടായിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിരവധി മുതിർന്ന നേതാക്കന്മാരുണ്ട്. ചിലർ നമുക്കറിയാം, കോൺഗ്രസിൽ നിന്നാൽ ഇനി ഒന്നും കിട്ടത്തില്ല, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് പിന്നീട് CPM-ൻ്റെ വാലാട്ടികളായിട്ട് നിൽക്കുന്നുണ്ട്. KV തോമസ് തന്നെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. ഇപ്പോഴിതാ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള KPCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ VM സുധീരനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് VM സുധീരൻ്റെ പേര് തൃശ്ശൂരിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് വലിയ നോട്ടമില്ല. കാരണം അവിടെ BJPക്ക് തീരെഴുതി കഴിഞ്ഞിരിക്കുകയാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു വെല്ലുവിളി എന്നോണം സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കാൻ ചിലപ്പോൾ തയ്യാറാകും. പക്ഷേ സ്വയരക്ഷ കരുതി അദ്ദേഹം തവന്നൂരിലേക്ക് മാറുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. അവിടെ ആവുമ്പോൾ ലീഗിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചു കയറാമല്ലോ. അപ്പോൾ എന്തായാലും തൃശ്ശൂർ മണലൂരിൽ നിന്നൊക്കെയാണ് പണ്ട് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്, VM സുധീരൻ. അദ്ദേഹം ഇനി ഏതായാലും തൃശ്ശൂരില്ല, തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുക, വിജയിപ്പിക്കുക, ആ മണ്ഡലം തിരിച്ചു പിടിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ആകെ ഒരു സീറ്റ് മാത്രമേ നിലവിൽ UDFൻ്റെ കൈവശമുള്ളൂ, അത് കോവളം M വിൻസെൻ്റ്. അരുവിക്കരയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അരുവിക്കരയിൽ ശബരിനാഥ് ഒടുവിൽ സ്റ്റീഫനോട് പരാജയപ്പെട്ടു. ഇനി ശബരിനാഥിനെ അവിടെ നിർത്തുന്നില്ല. ശബരിനാഥിൻ്റെ പേര് അതിനിടയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിലും പറയുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിരവധി അവകാശികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശശി തരൂർ പാർലമെന്റിൽ നിന്ന് മടങ്ങി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നും തിരുവനന്തപുരം സെൻട്രൽ ആയിരിക്കും എടുക്കാൻ പോകുന്നതെന്നും പറയുന്നു. പക്ഷേ UDFിലെ ഒരു ഘടകകക്ഷിയായ CMBയുടെ CP ജോൺ മത്സരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിലാണ്. അതിനുവേണ്ട തരത്തിലുള്ള പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. UDF അനൗദ്യോഗികമായിട്ട് CP ജോണിന് പച്ചക്കൊടി വീശുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരുവിക്കര മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ളത് കൊണ്ട് ഇനി ശബരിനാഥ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ്. ശബരിനാഥിൽ നിന്ന് വേണ്ടത്ര തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള പരക്ക പരാതിയെ തുടർന്നാണ് അവിടെ നിന്ന് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2021 പരാജയം ഏറ്റുവാങ്ങിയത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ VM സുധീരനെ അരുവിക്കര മണ്ഡലത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിലോ മത്സരിപ്പിക്കും എന്നാണ് അറിയുന്നത്. കഴക്കൂട്ടത്ത് BJP നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമാണ്. BJPക്ക് വിജയസാധ്യത
ഉറപ്പായിട്ടുള്ള മണ്ഡലമാണ്. കേന്ദ്രമന്ത്രി മന്ത്രിയായിരുന്ന വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും. മുരളീധരന് 2016 കഴക്കൂട്ടത്ത് മത്സരിച്ചു. 2021 ശോഭാ സുരേന്ദ്രനും മത്സരിച്ചതാണ്. 2024 മുരളീധരന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ 2 ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ് CPM-ലെ. പിന്നെ കടകംപള്ളി സുരേന്ദ്രന് എതിരെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അത് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് VK പ്രശാന്തിനെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാരണം അവിടെ BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ BJPയെ കരകയറ്റാനും അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അതല്ലെന്നുണ്ടെങ്കിൽ ചില മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ടി CPM വഴങ്ങിക്കൊടുക്കും. അത് ചില നീക്കങ്ങളൊക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കുക. അപ്പോൾ VM സുധീരന് കഴക്കൂട്ടം മണ്ഡലം അല്ലെങ്കിൽ അരുവിക്കര മണ്ഡലം, കഴക്കൂട്ടം കോൺഗ്രസിലെ അഡ്വക്കേറ്റ് JS അഖിലിന് വേണ്ടി 2021 മുതൽ നീക്കിവെച്ചതാണ്. അപ്പോഴാണ് 2021 ഡോക്ടർ SS ലാൽ ഇറങ്ങുന്നത്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് അവിടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ തരംഗമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അല്ലാതെ JS അഖിൽ മണ്ഡലത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമാണ്. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. CPM അവിടെ ആകെക്കൂടിയ അവിടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് VM സുധീരനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും സുധീരനെ മത്സരിപ്പിക്കുക. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരം മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത്. മുല്ലപ്പള്ളി വടകരയിൽ MP ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹം നാദാപുരം കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കന്മാരും മത്സരിച്ചിട്ടും പിടിച്ചെടുക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് മുല്ലപ്പള്ളിയും നാദാപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ സമീപ സമയത്ത് യൂത്ത് കോൺഗ്രസിനെതിരെ ചില പ്രസ്താവനകളും ഒക്കെയായിട്ട് രംഗത്ത് വന്ന് നിൽക്കുന്ന ഒരാളാണ് പ്രൊഫസർ PJ കുര്യൻ. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹം തിരുവല്ല മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് മത്സരിക്കും എന്നാണ് അറിയുന്നത്. മാർത്തോമാ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല മണ്ഡലം. തിരുവല്ലയിലെ ഇക്കുറി എന്തായാലും മത്സരം അതിശക്തമാകും. കാരണം അനൂപ് ആന്റണി BJPയുടെ തിരുവല്ലയിലാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അനൂപ് ആന്റണി തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ PJ കുര്യൻ അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാത്യു T തോമസിൻ്റെ മണ്ഡലമാണ് തിരുവല്ല. പക്ഷെ PJ കുര്യൻ വരുന്നതിനോട് പലർക്കും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഇനിയും മുതിർന്ന നേതാക്കൾ രംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. മുതിർന്ന നേതാക്കൾക്കെതിരെ പലരും പരസ്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. യുവ നേതൃത്വത്തെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. കാരണം അതൊക്കെയാണ് പാലക്കാട് പരീക്ഷിച്ചത്. അതിനൊക്കെ നല്ല വിജയവും കൊയ്യാൻ കഴിഞ്ഞു. ഇനിയും ഇത്തരത്തിൽ കോൺഗ്രസിലെ കടൽക്കിഴവന്മാരെ അല്ല വേണ്ടത്, യുവ നേതൃത്വമാണ് എന്നും ഒരു ഭാഗത്ത് നിന്ന് അതിശക്തിയായി അഭിപ്രായം ഉയരുന്നുണ്ട്.